ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. സാറ്റർഡേ നൈറ്റ് അല്ലെങ്കിൽ സൺഡേ നൈറ്റ് ഞാൻ ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പിന്നത്തെ ഒരാഴ്ചത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാഴ്ച നമുക്ക് സുഖമായിട്ട് ജോലികൾ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിയും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് മുളകിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് കഴുകി നന്നായിട്ട് തുടച്ച് ഇതേപോലത്തെ ഒരു പാത്രത്തിലാക്കി വെക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വെച്ചതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലുള്ളതെല്ലാം മാറ്റി പുറത്തേക്ക് വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് അതൊന്ന് തുടച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നന്നായിട്ട് പഴുത്ത മുളകും 2-3 എണ്ണമൊക്കെ ചീഞ്ഞതുണ്ട്, കാരണം ഒരാഴ്ച കഴിഞ്ഞല്ലോ. അപ്പോൾ അതും എടുത്ത് മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളകിലെ വെള്ളമൊന്നും പോയിട്ടില്ല, നമുക്കതിനുള്ള ടൈമില്ല, കുറച്ച് ടൈമുള്ളൂ എന്നാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ മേളിലൊന്ന് കവർ ചെയ്ത് വെക്കാം കേട്ടോ. രണ്ടാമത് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് തേങ്ങ ഇതേപോലെ കുഞ്ഞ് പീസാക്കി കട്ടാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത് വയ്ക്കും. ചിലപ്പോൾ 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണമൊക്കെ എടുത്ത് ഇതേപോലെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് ഉപയോഗിച്ചാൽ മതി. തേങ്ങ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രീസറിൽ യൂസ് ചെയ്യാം കേട്ടോ. 2 തേങ്ങ കൂടുതൽ, 2 അല്ലെങ്കിൽ 3, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതൊരു അരമണിക്കൂർ മുന്നേ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇതൊന്ന് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തണുപ്പൊക്കെ മാറി കിട്ടും, നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഡയറക്റ്റ് നമ്മൾ മീൻ കറി അതേപോലെ തേങ്ങ അരച്ച് ചേർക്കുന്ന കറി അതിലൊന്നും ഞാനിത് ഉപയോഗിക്കാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് ടൈം എടുക്കും ആ ഒരു അതിൻ്റെ ഒരു തണുപ്പ് മാറിക്കിട്ടാനായിട്ട്. പുട്ടിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പുട്ട് പിന്നെ കലക്കിച്ചുട്ട അപ്പത്തിലൊക്കെ നമ്മൾ ചേർക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണെന്നുണ്ടെങ്കിൽ ഈ അരപ്പ് നന്നായിട്ട് അരയില്ല. അപ്പോൾ ആ സമയത്ത് മാത്രം ഞാൻ ഡയറക്റ്റ് തേങ്ങ എടുത്തിട്ട് ഇതേപോലെ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കുറേ വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് തേങ്ങ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം തേങ്ങ ചിരണ്ടി എടുക്കുന്ന പരിപാടിയില്ല. പിന്നെ വല്ലപ്പോഴും കംപ്ലീറ്റ് വൈറ്റായിട്ടുള്ളൊരു തേങ്ങ വേണം എന്നൊരു അവസ്ഥയാണെങ്കിൽ മാത്രം അങ്ങനെ ചിരവിയെടുക്കാറുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ചെയ്യുന്ന അടുത്തൊരു കാര്യമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെക്കൽ. വെളുത്തുള്ളി നന്നാക്കി പേസ്റ്റാക്കി വെക്കും, ഇഞ്ചിയും അതേപോലെ തന്നെ ചെയ്യും. എനിക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ച എടുത്തതിൽ ഇഞ്ചി ഈ ആഴ്ചത്തേക്ക് കൂടി ഉള്ളത് ബാക്കിയുണ്ട്. കൂടുതൽ ഞാൻ വെളുത്തുള്ളിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളി മാത്രം നന്നാക്കി എടുത്താൽ മതി. ഇപ്രാവശ്യം കിട്ടിയ വെളുത്തുള്ളി ആണെങ്കിലും കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് വെളുത്തുള്ളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം മതിയായിരുന്നു നന്നാക്കാനായിട്ട്. ഞാനപ്പോൾ അധികം നാളത്തേക്കൊന്നും അങ്ങനെ നന്നാക്കിയൊന്നും എടുത്ത് വെക്കില്ല കേട്ടോ. ഒരാഴ്ചത്തേക്കുള്ളത് മതി. പിന്നെ സാറ്റർഡേ സൺഡേ ഇഷ്ടംപോലെ സമയം കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ഫ്രീ ടൈമിൽ ഞാൻ ഇതേപോലെ നന്നാക്കി വെക്കും. ഇതേപോലെ ഉള്ളിയും നന്നാക്കി വെക്കാം കേട്ടോ. ഉള്ളി പക്ഷേ അധികം ദിവസം ഇരിക്കില്ല, ഒരു 3-4 ദിവസം വരെയൊക്കെ മാക്സിമം ഇരിക്കും. അപ്പോൾ ഉള്ളി സവാളയൊക്കെ ഞാൻ അധികം അങ്ങനെ നന്നാക്കി വെക്കില്ല. സവാളയൊക്കെ നമ്മൾ എടുക്കുന്ന ടൈമിൽ എടുക്കുമ്പോൾ എന്തായാലും കുറച്ച് കൂടുതലുണ്ടാവും, അന്നത്തെ ദിവസത്തിനുള്ളതിലും കൂടുതൽ സവാള ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കും, പിറ്റേന്ന് അത് യൂസ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. മുമ്പ് ഞാൻ സവാള ഇതേപോലെ ചോപ്പറിൽ കട്ട് ചെയ്തിട്ട് ഒരു 3 ദിവസത്തേക്കുള്ളതൊക്കെ വെക്കുമായിരുന്നു. പക്ഷേ സവാള നമുക്ക് ഇതേപോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. സവാള നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാറില്ല. ബാക്കി വരുന്നത് പിറ്റേന്നത്തേക്ക് യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുന്നത്. വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സ്റ്റോർ ചെയ്യുന്നത് ഇതേപോലത്തെ 3 റോയുള്ളൊരു ബോക്സിലാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ ഇഞ്ചി, മറ്റൊന്നിൽ വെളുത്തുള്ളി, പിന്നെ ഇപ്പുറത്ത് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു ബോക്സിൽ നിന്ന് തന്നെ കിട്ടുകയല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും. ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകിൻ്റെ കൂട്ടത്തിൽ 2-3 വേപ്പിലയും കൂടി ഇട്ട് വെക്കും കേട്ടോ. അത് 2 ദിവസത്തിനുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി എടുത്ത് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് കൊണ്ടുപോകണ്ട. പിന്നെ ഇതല്ലാണ്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം വേപ്പില നല്ലപോലെ കഴുകി ഒന്ന് വെള്ളം പോകാനായിട്ട് വെക്കും. അതല്ലെങ്കിൽ പിന്നെ വെള്ളം ഒന്ന് വാർന്നു പോയതിന് ശേഷം ന്യൂസ് പേപ്പറിൽ വിരിച്ച് വിടും കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടും. എന്നിട്ടൊരു ബോക്സിൽ അടിയിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ വേപ്പില വെച്ചതിന് ശേഷം അതിൻ്റെ മേളിലും ടിഷ്യൂ പേപ്പർ ഇടും. അങ്ങനെയാണ് വേപ്പില സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇടാറില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് നാളത്തെ കറിക്കുള്ള കട്ട് ചെയ്ത് വെക്കലാണ്. അപ്പോൾ മുരിങ്ങാക്കോല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ടാക്കി എടുക്കുകയാണ്. ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ജോലികൾ, അതായത് രാവിലെ നമ്മൾ കുറച്ചധികം സമയം എടുത്ത് ചെയ്യേണ്ട ജോലികളുണ്ടല്ലോ, അതൊക്കെ തലേന്ന് തന്നെ അങ്ങോട്ട് ചെയ്തു വെക്കും കേട്ടോ. ഇത് ക്യാരറ്റ്
അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ നേരത്തെ ഒന്ന് കട്ടാക്കി എടുത്ത് വെക്കും. കാരണം ഇതിനൊക്കെ കുറച്ച് സമയം വേണമല്ലോ. ഇത് ഓൾറെഡി കട്ട് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറികൾ ഉണ്ടാക്കാം. ഒരു മണിക്കൂർ വേണ്ട ശരിക്കും രാവിലത്തെ ഉച്ചക്കത്തേക്കൂടി ജോലി നമുക്ക് തീർക്കാനായിട്ട്. അപ്പോൾ മുരിങ്ങാക്കോൽ ഇതേപോലെ കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ചെയ്യുന്നത് നാളത്തേക്കുള്ള പയർ ഐറ്റംസ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. രാത്രി കിടക്കുന്ന ടൈമിലാണ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അതാകുമ്പോൾ പിറ്റേന്ന് നമുക്ക് കുക്കറിൽ ഒരു വിസിലിൻ്റെ ആവശ്യമേ വരുള്ളൂ. അപ്പോൾ തന്നെ സംഭവം വെന്ത് കിട്ടും. ഞാൻ ഇതേവരെ അങ്ങനെ വെള്ളത്തിലിടാണ്ട് ഒന്നും കുക്ക് ചെയ്തിട്ടില്ല. മറ്റുള്ളവർ പറയുന്ന കേൾക്കാം ഒരുപാട് ടൈം എടുക്കുമെന്ന്. അപ്പം ഞാൻ ആദ്യം മുതൽക്കേ തന്നെ ഇങ്ങനെയാണ് ശീലിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിലേക്കുള്ള ഫുഡാണ് കേട്ടോ ഞങ്ങൾക്ക്. ഉച്ചയ്ക്ക് ഞങ്ങൾ വെച്ച നെയ്ച്ചോറ് ബാക്കിയുണ്ട്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. വേറെ അഡീഷണൽ ഞങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. ഉച്ചയ്ക്കത്തെ ഓൾറെഡി ബാക്കിയുണ്ടല്ലോ, പിന്നെ വേറെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അപ്പോൾ ആഹിൽ ഈ പറഞ്ഞ പോലെ മട്ടനോ ബീഫോ ഒന്നും കഴിക്കില്ല. അപ്പോൾ അവന് ഉച്ചയ്ക്ക് സാലഡായിട്ടാണ് കൊടുത്തത്. അപ്പോൾ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 എഗ്ഗ് ബുൾസൈ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോറും കറികളൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വന്നതിന് ശേഷം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് ചൂടാക്കി അതേപോലെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഒന്ന് വർക്ക് ഏരിയ ക്ലീൻ ചെയ്തെടുത്ത് കേട്ടോ. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹിലും കൂടെ ഉണ്ട്. പാത്രമൊക്കെ എടുത്ത് വെക്കാനായിട്ട് ആഹിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയാണ് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നത് കേട്ടോ. രാത്രിയിലെ പകൽ ആഹിൽ വീട്ടിലുണ്ടാവില്ലല്ലോ. അവൻ എല്ലാ പാത്രങ്ങളൊന്നും കറക്റ്റായിട്ട് എവിടെ വെക്കുന്നതെന്നൊന്നും അറിയില്ല. ചിലതൊക്കെ എന്നോട് ചോദിച്ചിട്ട് വെക്കും. പിന്നെ അടുത്ത പ്രാവശ്യം അതേപോലെ കറക്റ്റായിട്ട് വെച്ചോളും. അവനെ കൊണ്ട് പറ്റണ പോലെ പാത്രങ്ങൾ അവൻ എടുത്ത് വെച്ചിട്ട് അവൻ പോകും. ബാക്കി അതിൽ കിടക്കുന്നത് ഞാനെടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കും കേട്ടോ. ഞാനപ്പോൾ വർക്ക് ഏരിയയിലേക്ക് ഇതിങ്ങനെ ഒരു ഡബ്ബയിലാണ് കേട്ടോ കഴുകിയിട്ട് പാത്രങ്ങൾ ഇട്ട് വെക്കുന്നത്. ഒരു ചെറിയൊരു ഹോള് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ വെള്ളം മൂർന്ന് താഴത്തേക്ക് പോയിക്കോളും. എനിക്ക് ഈ ഡബ്ബയിൽ ഇങ്ങനെ പാത്രങ്ങൾ ഇരുന്നതിന് ഭയങ്കര അസ്വസ്ഥതയാണ്. അതൊക്കെ പ്രോപ്പറായിട്ടുള്ള പ്ലേസിൽ തന്നെ എടുത്ത് വെച്ചിട്ട് വേണം കിടക്കാനായിട്ട്. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും അങ്ങനെ കറക്റ്റായിട്ട് എടുത്ത് വെക്കുമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ എനിക്ക് വെക്കാൻ പറ്റാറില്ല. അപ്പോൾ ഈ ഡബ്ബയെപ്പാടെ ഞാൻ വർക്ക് ഏരിയയിൽ നിന്ന് മെയിൻ കിച്ചണിലേക്ക് എടുത്ത് അങ്ങോട്ട് വെക്കും. വർക്ക് ഏരിയയിൽ എനിക്കെന്തോ നെറ്റൊക്കെ ഇട്ടിരിക്കുന്ന കാരണം എലി കയറോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ പുറത്ത് വെക്കാറില്ല. എങ്ങാനും എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മെയിൻ കിച്ചണിലേക്ക് ഇങ്ങനെ പാടി തന്നെ എടുത്തങ്ങോട്ട് വെക്കാം കേട്ടോ. പാത്രങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. ആഹിൽ ടി വിയും കണ്ട് ഹോളിൽ തന്നെ പോയിരുന്ന് കഴിച്ചു. ഞാൻ ഹസ്ബൻഡും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ്. ആലിം അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിക്കളഞ്ഞിട്ട് ആലിം ഒരു 8 മണി ആയപ്പോഴത്തേനും കിടന്ന് ഉറങ്ങിക്കളഞ്ഞ്. ഹസ്ബൻഡ് വരാനായിട്ട് ഇത്തിരി വൈകിയായിരുന്നു. വൈകിയെന്ന് വെച്ചാൽ അങ്ങനെ വൈകിയെന്നല്ല, ഒരു 8:30 ആയി. അപ്പോൾ ആലിമ കിടന്ന് ഉറങ്ങിയും കളഞ്ഞ്. പിന്നെ എഴുന്നേറ്റേ ഇല്ല. പിന്നെ അങ്ങനെ തന്നെ അവൻ കിടന്ന് ഉറങ്ങിപ്പോയിട്ട്. അപ്പോൾ അവൻ വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ കുറച്ച് ബിസ്ക്കറ്റ് അതും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി എഴുന്നേൽപ്പിച്ചാലും ഫുഡ് കഴിക്കില്ലെന്നറിയാം. അതുകൊണ്ട് പിന്നെ എഴുന്നേൽപ്പിക്കാനും നിന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് നന്നായിട്ട് തന്നെ ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. കാരണം നെയ്ച്ചോറ് കുറേ നാളെത്തിയിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് വരുന്നു കഴിക്കാനായിട്ട്. ഇത്ര ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കമൻറ്റും ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.